കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ദൈവം നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ അറിയുകയും ആ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് നാം മുന്നോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തിനനുസരിച്ചുള്ള ദൈവിക നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. പല ആളുകളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവരാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയും ചെയ്യണം. ഇന്ന് നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൈവവചന ധ്യാനമാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഈ വാക്യത്തിൽ ധാരാളം ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കാതെ പോകുമോ എന്ന് നാം ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്നുള്ളതല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി നൽകിയതായ വളരെ പ്രധാനപ്പെട്ട വാഗ്ദത്തം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ എബ്രായ ലേഖനകാരൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള. എന്താണ് അവൻ്റെ സ്വസ്ഥത? ദൈവത്തിൻ്റെ സ്വസ്ഥതയെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. 6 ദിവസം കൊണ്ട് സകലതിനെയും സൃഷ്ടിച്ച ശേഷം യഹോവയായ ദൈവം 7-ാം ദിവസത്തിൽ സ്വസ്ഥനായിരുന്നു, അല്ലെങ്കിൽ അവൻ വിശ്രമിച്ചു. ആ വിശ്രമം തീർന്നതായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവം ഇപ്പോഴും സ്വസ്ഥനായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ദൈവം യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. മറിച്ച് ദൈവത്തിൻ്റെ ആ സ്വസ്ഥത തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സ്വസ്ഥതയാണ് ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തം. എന്താണ് സ്വസ്ഥത? നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടവും രോഗവും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതായ ലോകത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവയായ ദൈവം 6 ദിവസങ്ങൾ അവൻ വളരെ കർമ്മനിരതനായ ശേഷം 7-ാം ദിവസം സ്വസ്ഥനായി. ആ സ്വസ്ഥത ഇപ്പോഴും തുടരുന്നതിനാൽ ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നത് തൻ്റെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനാണ്. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വിശ്രാമത്തിലേക്ക് നാം പ്രവേശിക്കുവാനാണ്. കുറച്ചുകൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ നാം ജീവനോടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുകയും നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. പക്ഷേ അത് നമുക്ക് സ്വാഭാവികമായി കിട്ടുന്ന ഒരു കാര്യമല്ല, മറിച്ച് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം. ആ വാഗ്ദത്തം നാം വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദത്തം നമ്മളോട് പറയുന്നതായ ദൈവവചനമുണ്ട്. ആ ദൈവവചനം എന്ന് പറയുന്നത് നാം നിത്യജീവനെ അവകാശമാക്കുക എന്നുള്ളതാണ്. നിത്യജീവനെ അവകാശമാക്കിയവരായ ദൈവത്തിൻ്റെ മക്കൾ, അവർ ഈ ഭൂമിയിൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും അവർ ജീവിപ്പാൻ ഇടയായിത്തീരും. എന്താണ് വിശുദ്ധി വേർപാടും എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. ആ രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വെറുതെ പോയാൽ പോരാ, മറിച്ച് ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. നമ്മൾ ആ രാജ്യത്തിലേക്ക് വിമാനത്തിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം ആൻസർ പറയത്തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിരിക്കണം. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മളായിരിക്കുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളുമൊക്കെയും നമ്മൾ പഠിക്കണം. എന്ന് പറയുന്നത് പോലാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായ ആ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തെക്കുറിച്ചും നാം മനസ്സിലാക്കുകയും അവനോട് നാം സദൃശരായി തീരുകയും അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മളുടെ ക്രിസ്ത്യ ജീവിതം, പ്രത്യേകിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ടും ദൈവവചനം അനുസരിച്ചും നമ്മളുടെ സഹവിശ്വാസികളോട് കൂടിയുള്ള നമ്മുടെ കൂട്ടായ്മയും, ഇതെല്ലാം തന്നെ നാം ഓരോരുത്തരും ആ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ളതാണ്. അതുകൊണ്ട് ഉപേക്ഷയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാതെ
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് നല്ലൊരു ക്രിസ്തു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനഭാഗങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവം ഒരുക്കുന്നതായ സ്വസ്ഥതയെക്കുറിച്ച് ഞങ്ങൾക്കിന്ന് കേൾക്കുവാൻ, ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചല്ലോ. ആരെങ്കിലും ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ തക്കതായ ഒരുക്കങ്ങളില്ലാത്തവരാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം മുതൽ അവരിൽ ഒരു സമർപ്പണവും ആത്മീയമായ ഒരു പ്രചോദനവും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ടുള്ള ആത്മീയ സഹകരണത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. Thank you for watching Morning Dew. Kindly tune up for next day messages.